ജോസഫ് ആലപ്പുഴയിൽ നിന്ന് ഷിനോജ് എസ് ടി ചേരുന്നുണ്ട്. ആദ്യം പ്രദീപിലേക്ക് പോകാം. പ്രദീപ്, ഇപ്പോൾ ഈ കപ്പൽ പൂർണ്ണമായി മുങ്ങിയിരിക്കുകയാണ്, ഈ കണ്ടെയ്നറുകളും കടലിനടിയിലായിരിക്കുകയാണ്. ആശങ്കയുടെ നിമിഷങ്ങൾ തന്നെയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരം? ജയലക്ഷ്മി, ആകെ 643 കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിൽ 40 കണ്ടെയ്നറുകളാണ് ഇന്നലെ കടലിൽ വീണത്. അതിൽ തന്നെ 13 എണ്ണത്തിലാണ് അപകടകരമായ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്നത്. 24 നാവികരും ജീവനക്കാരുമടക്കം 24 പേരാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ 21 പേരെ നേരത്തെ തന്നെ കപ്പലിൽ നിന്ന് പുറത്തിറക്കിയിരുന്നു. അവരെ അല്പസമയത്തിനകം തന്നെ തീരസംരക്ഷണ സേനയുടെ കൊച്ചിയിലെ ആസ്ഥാനത്തേക്ക് കൊണ്ടുവരും. ആ മണ്ണുമാന്തി കപ്പൽ പോകുന്ന ആ ദിശയിൽ നിന്ന്, ആ ഭാഗത്ത് നിന്നാണ് പുറം കടലിൽ നിന്ന് തീരസംരക്ഷണ സേനയുടെ കപ്പലിൽ അവരെ തീരസംരക്ഷണ സേനയുടെ ആസ്ഥാനത്തേക്ക് എത്തിക്കുന്നത്. കപ്പലിൻ്റെ ക്യാപ്റ്റൻ, ഫസ്റ്റ് എഞ്ചിനീയർ, സെക്കൻഡ് എഞ്ചിനീയർ എന്നിവരെ, ഈ 3 പേരെ നാവികസേനയാണ് കൊണ്ടുവരുന്നത്. കാരണം അവസാന നിമിഷം വരെ ഇവർ കപ്പലിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഏതെങ്കിലും സാഹചര്യവശാൽ കപ്പൽ ഉയർത്തിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള പരീക്ഷണങ്ങൾ നടന്നിരുന്നു. അത് പരാജയപ്പെട്ടപ്പോഴാണ് ഇവരെ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് നാവികസേനയുടെ യാനത്തിലേക്ക് മാറ്റിയത്. അവരെ അല്പസമയത്തിനകം തന്നെ നാവികസേന ആസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്യും. അതിനുശേഷം തീരസംരക്ഷണ സേനയിലെയും നാവികസേനയിലെയും ഉയർന്ന ഉദ്യോഗസ്ഥർ അവർ നടത്തിയ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിക്കും. അതേസമയം നിലവിൽ കടലിൽ എണ്ണപ്പാട് കലർന്നിട്ടില്ല എന്നാണ് തീരസംരക്ഷണ സേന അറിയിച്ചിരിക്കുന്നത്. എന്നാൽ നമ്മൾ ചിത്രങ്ങളും ദൃശ്യങ്ങളും കാണുമ്പോൾ അതിലൊരു എണ്ണപ്പാടിയുടെ ദൃശ്യം കാണാം. ഇത് ഒരുപക്ഷെ കപ്പലിൽ നിന്ന് ചോർത്തിക്കളഞ്ഞ ഇന്ധനമാകാനും വഴിയില്ലാതില്ല. അതായത് കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് ശേഷം അതിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ അത് കെട്ടിവലിച്ചുകൊണ്ട് കരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പല പരീക്ഷണങ്ങളും നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ധനം ഒരുപക്ഷെ കുറച്ചൊക്കെ ചോർത്തിക്കളഞ്ഞിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ സ്വയമേവ ചോർന്ന് പോയിട്ടുണ്ടാവാം. ശരി പ്രദീപ്, നമുക്ക് ഷിനോജിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഷിനോജ്, ആലപ്പുഴ എറണാകുളം തീരത്തുള്ളവർക്കായിരുന്നു കനത്ത ജാഗ്രത കൊടുത്തിരുന്നത്. കാരണം ഈ കണ്ടെയ്നർ വന്ന് അടിയാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പൂർണ്ണമായിട്ടും കപ്പൽ മുങ്ങിയിരിക്കുകയാണ്, കണ്ടെയ്നറുകളും കടലിനുള്ളിലാണ്. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം? ജയലക്ഷ്മി, ഞാനിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴ ബീച്ചിൽ നിന്ന് 62 കിലോമീറ്റർ ദൂരമാണ് ഈ അപകടം നടന്ന കപ്പൽ ഉള്ളത്. കൊച്ചി അപേക്ഷ ഏറ്റവും അടുത്ത തീരപ്രദേശം എന്ന് പറയുന്നത് ഈ കപ്പലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അത് ആലപ്പുഴയുടെ തീരപ്രദേശമാണ്. അതിനാൽ തന്നെ ഏറ്റവും വേഗത്തിൽ ഒരുപക്ഷെ ഈ ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിലേക്ക് ഈ കണ്ടെയ്നർ എത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. പക്ഷേ ശക്തമായ രീതിയിലുള്ള കാറ്റും മഴയും ഒക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ദിശ മാറി ഏതെങ്കിലും തരത്തിൽ വടക്കോട്ടൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതയും ഈ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ആലപ്പുഴയെ സംബന്ധിച്ച് ഇന്നലെ തന്നെ ഈ ഇത്തരത്തിൽ വാർത്ത വന്ന സമയത്ത് തന്നെ കൃത്യമായ രീതിയിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ, ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ജില്ലാ ഭരണകൂടം അതുപോലെ ദുരന്ത നിവാരണ വകുപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നറുകൾ തീരത്തോ കടലിലോ കണ്ടാൽ അത് തുറക്കരുത്, അതിനടുത്തേക്ക് പോകരുത്, എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെയോ 112 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അറിയിക്കണമെന്നൊരു നിർദ്ദേശമാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ നൽകിയിരുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയ രീതിയിലുള്ള ശക്തമായ രീതിയിലുള്ള മഴയും കാറ്റുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഈ മഴയും കാറ്റുമൊക്കെ ഉള്ളതിനാൽ തന്നെ മത്സ്യത്തൊഴിലാളികളൊന്നും തന്നെ പണിക്കായിട്ട് കടലിലേക്ക് പോയിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളികളൊക്കെ തന്നെ പൂർണ്ണമായും കരയിലാണുള്ളത്. വലിയ രീതിയിലുള്ള വലിയ ബോട്ടുകളിലുള്ള തൊഴിലാളികൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഈ കടലിൽ ഉള്ളത്. അവർക്കെല്ലാം തന്നെ ഷിനോജ്, എന്തായാലും ആലപ്പുഴ തീരത്തുള്ളവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ടെയ്നറുകൾ കണ്ണിൽപ്പെട്ടാൽ അതിൽ തുടരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്.